നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായുള്ള LDF വികസന മുന്നേറ്റ ജാഥകൾക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാവും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. കാസർഗോഡ് നിന്ന് മുഹമ്മദ് അസ്ലമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. അസ്ലം, മുഖ്യമന്ത്രി എത്തിയോ? കാസർഗോഡ് ഉപ്പളയിലുള്ള ഈ വടക്കൻ മേഖല ജാഥ, അതായത് LDFിന്റെ വികസന മുന്നേറ്റ ജാഥ ആരംഭിക്കുന്ന വേദിക്ക് അടുത്താണ് നമ്മളുള്ളത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തിച്ചേരും. MV ഗോവിന്ദൻ മാസ്റ്റർ രാവിലെ മുതൽ തന്നെ ജില്ലയിലുണ്ട്. അദ്ദേഹവും എത്തിച്ചേർന്ന ഉടൻ തന്നെ ജാഥയ്ക്ക് തുടക്കമാകും. LDF സർക്കാരിൻ്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ UDF ഉയർത്തുന്ന രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് കാസർഗോഡ് തുടക്കം കുറിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി മൂന്നാം LDF സർക്കാർ അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ തുടരണം എന്നുള്ളൊരു നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു പ്രചരണത്തിന്റെ ആവശ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു സമരത്തിലേക്ക് LDF മാർച്ചിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. CPMന്റെ മറ്റ് നേതാക്കളും അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഒപ്പം CPMന്റെ ജില്ലാ സെക്രട്ടറി ഒരു അല്പസമയം ചേരുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ല, ഉടൻ തന്നെ തുടങ്ങില്ലേ? ഉടൻ തന്നെ തുടങ്ങി, എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയ മുഖ്യമന്ത്രി ഉടൻ തന്നെ എത്തിച്ചേരുമില്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഏതാനും മിനിറ്റുകൾക്കകം ജാഥാ ലീഡർ MV ഗോവിന്ദൻ മാഷും ജാഥാംഗങ്ങളും കുമ്പളയിലെത്തും. കുമ്പള സർക്കിളിൽ നിന്ന് അവരെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് വരും. മുഖ്യമന്ത്രി പൊസങ്കടി PWD ഗസ്റ്റ് ഹൗസിൽ 5 മിനിറ്റിനകം എത്തും. അവിടെ നിന്ന് അദ്ദേഹം പുറപ്പെടും. 2016-ലും 2021-ലും എല്ലാം മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ജാഥ തുടങ്ങിയത്. ആ ജാഥകളെല്ലാം LDFിൻ്റെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 40,000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നേരിട്ടും അതുപോലെ ത്രിതല പഞ്ചായത്തുകൾ മുഖേനയും കാസർഗോഡ് നടപ്പിലാക്കി. അതെല്ലാം ജനങ്ങൾ ഏറ്റവും വിപുലമായ നിലയിൽ കണക്കെടുത്തിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ ഒരു തുടക്കത്തിൽ മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നതിൻ്റെ ഒരു വലിയ ജനകീയ പ്രഖ്യാപനമായി കാസർഗോഡ് ജില്ലയിലെ ഇന്നത്തെയും നാളത്തെയും പരിപാടികളുമാണ്. വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നതോടൊപ്പം തന്നെ UDFിൻ്റെതായ രാഷ്ട്രീയ ആക്രമണം, തീർച്ചയായും LDFിൻ്റെ നേട്ടങ്ങൾ തമസ്കരിച്ചുകൊണ്ട് UDF നടന്ന കള്ളപ്രചരണങ്ങളുണ്ട്. അതിന് ഏറ്റവും അവസാനം ഇന്നിപ്പോൾ പറഞ്ഞത് കാര്യം പറഞ്ഞത്, ശരി, ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണമായി അവഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കത്ത് നൽകിയിട്ടില്ല എന്നുള്ള പച്ച തുണയാണ് പ്രചരിപ്പിക്കുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് കാസർഗോഡ് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം LDF സർക്കാരിന്റെ തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് നയിക്കുന്ന വടക്കൻ കേരള ജാഥ അല്പസമയത്തിനകം ആരംഭിക്കും.